ഈ ദുന്യാവിനെ കുറിച്ച് നാം എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? സുദീർഘമായ പ്രസംഗങ്ങളിലും സംഭാഷണങ്ങളിലുമെല്ലാം ഈ ദുന്യാവിനെ കുറിച്ച് പല കാര്യങ്ങളും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ വളരെ ഷോർട്ടായ രീതിയിൽ ദുന്യാവിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഒരിക്കല് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അല്ലയോ ബഹുമാനപ്പെട്ട മഹാനവറുകളെ, ദുന്യാവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് വിവരിച്ചു തരാമോ എന്നാണ് ചോദ്യം. അലി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത് കേൾക്കണം. ദുന്യാവിനെ കുറിച്ച് വിശദീകരിച്ച് നീട്ടി പരത്തി പറയണോ, അതല്ല വളരെ ചുരുക്കി പറഞ്ഞാൽ മതിയോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വിശദീകരിച്ച് നീട്ടി പരത്തി വേണമെങ്കിൽ പറയാം, അല്ല വളരെ ചുരുക്കി പറയണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പൊ ആളുകൾ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ മതി. അപ്പോൾ അദ്ദേഹം വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ദുനിയാവിൽ ഹലാലായത് വിചാരണ നേരിടേണ്ടി വരും, ഹറാമായത് നരകവുമാണ്. ഹലാലുഹ ഹിസാബുൻ ഹറാമുഹ അന്നാർ. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വിശദീകരണമാണ്. ഹലാലായത് ആണോ നമ്മുടെ കയ്യിലുള്ളത്, അതിന്റെ വിചാരണ നാം നേരിടേണ്ടി വരും. അതെന്തിൽ ചെലവഴിച്ചു, എങ്ങനെ സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു, ഏതെല്ലാം കാര്യത്തിൽ അതിൽ വിനിയോഗിച്ചു എന്നുള്ള ആ വിചാരണ നാം നേരിടേണ്ടി വരും. അതേസമയം ഹറാമായ നിലക്കാണോ സമ്പാദിച്ചിട്ടുള്ളത് എങ്കിൽ അതിന് പിന്നെ ചോദ്യമൊന്നുമില്ല, നേരെ നരകമാണ്. നഊദുബില്ലാഹ് വൽഇയാദുബില്ലാഹ്. അപ്പൊ നമ്മൾ ദുന്യാവില് ഹലാലായത് മാത്രം സമ്പാദിച്ചു എന്ന് വെക്കുക, എന്നാൽ തന്നെ അതിനെക്കുറിച്ച് യഥേഷ്ടം വിചാരണ ചെയ്യാനുണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഇനി ഹറാമായ നിലക്കാണെങ്കിലോ ആ മനുഷ്യന്റെ അവസാനം പിന്നെ നരകവുമായിരിക്കും. വൽഇയാദുബില്ലാഹ്. ഹലാലായ സമ്പാദ്യമാണല്ലോ എന്ന ഒരു സമാധാനത്തിൽ നാം ഇരിക്കുമ്പോൾ അതിനും വലിയ വിചാരണയുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. പണക്കാരും പാവപ്പെട്ടവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയവ്യത്യാസം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പാവപ്പെട്ടവർ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, കാരണം അവർക്ക് ഹിസാബ് കുറവായിരിക്കും. എന്നാൽ പണക്കാർക്കോ ഹിസാബ് അധികമാണ്, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വൈകുകയും ചെയ്യും.